എല്ലാവരും പറയുന്നത് സ്പെയിൻ നിരാശപ്പെടുത്തിയെന്നാണ്. ഞാൻ കാണുന്നത് ആക്ച്വലി സ്പെയിൻ നിരാശപ്പെടുത്തിയതിനേക്കാളും കൂടുതൽ ആ ക്യാപ് വെർഡയുടെ ആ ഒരു പാഷനും ഡിസിപ്ലിനും ഒരു ടെക്സ്റ്റ് ബുക്ക് പെർഫോമൻസാണ് ക്യാപ് വെർഡെ ഇന്നലെ കാണിച്ചത്. നമുക്കറിയാം അവർ ആദ്യമായി നമ്മളൊക്കെ ആദ്യമായിട്ടായിരിക്കും ക്യാപ് വെർഡെ എന്നുള്ള ചിലപ്പോൾ രാജ്യത്തിനെ പറ്റി കേൾക്കുന്നത് തന്നെ ആദ്യമായിട്ടായിരിക്കും അവരുടെ കളി കാണുന്നത്. ഒരു എന്താ പറയുക മേജർ ക്ലബ്ബിലൊന്നും കളിക്കുന്ന പ്ലെയേഴ്സൊന്നും ഇല്ലാത്തൊരു ടീമാണ്. പക്ഷേ എന്നിൽ കൂടി അവർ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട്, അതായത് ഒരു 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 അണ്ടർഡോഗ് ടീം, ഒരു ടൂർണമെൻറ്റ് ഫേവറേറ്റ്സിനെതിരെ എങ്ങനെ കളിക്കണം എന്നുള്ളതിൻ്റെ ഒരു ടെക്സ്റ്റ് ബുക്ക് പെർഫോമൻസ് ആണ് ഇന്നലെ കേപ്പ് വെർഡെ കാണിച്ചത്. നമുക്കറിയാം ടാക്ടിക്സ് സിമ്പിളാണ്. ഡീപ്പായിട്ട് ഡിഫെൻഡ് ചെയ്യുക, കൗണ്ടർ അറ്റാക്കിന് ചാൻസ് കിട്ടുമ്പോൾ കൗണ്ടർ അറ്റാക്ക് ചെയ്യുക, ഓപ്പോസിറ്റ് ടീമിനെ മാക്സിമം അവരുടെ ഏരിയയിൽ, അതായത് ഫൈനൽ തേർഡിലേക്ക് ബോൾ വരാത്ത രീതിയിൽ അവരെ കൊണ്ട് സൈഡ് വേസ് പാസ് ചെയ്യിപ്പിക്കുക. അങ്ങനെയുള്ള ഒരു ടാക്ടിക്സാണ് അവർ ഫോളോ ചെയ്തത്. പക്ഷെ അതിലവർ നല്ല രീതിയിൽ വിജയിച്ചു എന്ന് തന്നെ പറയാം. പൊസഷനൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്പെയിന് ഒരുപാട് പൊസഷനും എക്സ് ജി ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റാറ്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്പെയിൻ ഒരുപാട് മുന്നിലാണ്. പക്ഷേ അൾട്ടിമേറ്റ്ലി സ്റ്റാറ്റ്സ് അല്ലല്ലോ, നമ്മളെ റിസൾട്ട്സ് ദാറ്റ് മാറ്റേഴ്സ്. അങ്ങനെ നോക്കുമ്പോൾ ഒരു വളരെ നല്ല പെർഫോമൻസ്, അതെന്ന് വെച്ചാൽ ഡീപ്പായിട്ട് ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് ആയിരുന്നു. നമ്മളിപ്പം ഈ പറയുന്ന പോലെ ഈ ഡീപ്പായിട്ട് ഡിഫെൻഡ് ചെയ്യുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലോ ബ്ലോക്ക്, പാർക്ക് ദ ബസ് എന്നൊക്കെ പറയുന്നത് നമ്മളിപ്പം പറയുന്ന പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല. പ്രത്യേകിച്ച് ഒരു 90 മിനിറ്റ് ആ ഒരു സാധനം മെയിൻറ്റെയിൻ ചെയ്യുക, ആ ഒരു ഡിസിപ്ലിൻ കോൺസെൻട്രേഷനൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. അതും ഈ പറഞ്ഞ പോലെ ഒരു അങ്ങനെ വലിയൊരു എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്തൊരു ടീം, ഒരു വലിയൊരു സ്റ്റേജിൽ ഒരു വലിയ എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു ടീം വന്നിട്ട് ഇത്രയും നല്ല രീതിയിൽ അത് എക്സിക്യൂട്ട് ചെയ്യുക എന്ന് പറയുന്നത്, അത് ദേ ഡിസേർവ് ക്രെഡിറ്റ് ഫോർ ദാറ്റ്.